ॐ जडाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं दत्तात्रेयम् अहं भजेत्. ഗുരുപരമ്പരയ്ക്കും ശ്രീ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. സമർത്ഥ സദ്ഗുരു ഷിർദി സായിബാബയായി അവതരിക്കും. ശ്രീപാദൻ പറഞ്ഞു, മുത്തച്ഛ, എനിക്ക് നൃസിംഹ സരസ്വതിയായി മഹാരാഷ്ട്രദേശത്ത് അവതരിക്കണം. ഞാൻ തിരുമലദാസുവിനോടും മഹാരാഷ്ട്രദേശത്തേക്ക് വരുവാൻ ആവശ്യപ്പെടുകയാണ്. ശ്രീധരാവധാനി അന്താളിച്ചുപോയി. ഞാൻ പറഞ്ഞു, സ്വാമി, എവിടെ ഏത് രൂപത്തിൽ ഏത് ജന്മത്തിലായാലും ദയാപൂർവം എന്നെ കാത്തുരക്ഷിക്കുക എന്നത് അങ്ങയുടെ ഉത്തരവാദിത്വമാണ്. അങ്ങയുടെ ബാലകൃഷ്ണ രൂപത്തോട് എനിക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. പിന്നെ ശ്രീപാദൻ എന്നെ അനുഗ്രഹിച്ചു. തിരുമലദാസു, അങ്ങ് മഹാരാഷ്ട്രത്തിൽ രജക ജാതിയിൽ ഗാഡ്ഗെ മഹാരാജ് എന്ന പേരിൽ ജനിക്കും. അങ്ങ് പുണ്യശീലനായിരിക്കും. അങ്ങ് ദുഃഖിതരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ശോച്യാവസ്ഥയിലുള്ളവരുടെയും സേവയിൽ മുഴുകും. ദീശില നഗരത്തിൽ മുസ്ലിം വസ്ത്രങ്ങൾ ധരിച്ച സായിബാബയായി എൻ്റെ സമർത്ഥ സദ്ഗുരു അവതാരം ഉണ്ടാകും. സമർത്ഥ സദ്ഗുരു സായിനാഥൻ്റെ ആ അവതാരത്തിലും അങ്ങേക്ക് എൻ്റെ അനുഗ്രഹം ലഭിക്കും. അങ്ങേക്ക് ബാലകൃഷ്ണ സങ്കല്പത്തോട് പ്രത്യേക താല്പര്യമുണ്ട്. അതുകൊണ്ട് അങ്ങ് എപ്പോഴും ഗോപാല ഗോപാല ദേവകീനന്ദന ഗോപാല എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. അങ്ങയുടെ മനക്കണ്ണിന് ഞാൻ എപ്പോഴും ദർശനം നൽകാം. ഇപ്പോഴുള്ള ശരീരത്തിൻ്റെ നാശത്തിനു ശേഷം അങ്ങ് കുറച്ചു കാലം ഹിരണ്യലോകത്ത് താമസിക്കുക. അതിനുശേഷം ലോക നന്മയ്ക്കായി ഗാഡ്ഗെ മഹാരാജായി പ്രവർത്തിക്കുക. ഇതാണ് അങ്ങേക്കുള്ള എൻ്റെ വരം. ഇതാണ് എൻ്റെ പ്രതിജ്ഞ. അല്പസമയത്തിന് ശേഷം ശ്രീധരാവധാനി സാധാരണ നിലയിലായി. അദ്ദേഹത്തിന് ഇതെല്ലാം അമ്പരപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇതിനിടയിൽ സുമതി മഹാറാണി തൻ്റെ അമ്മാവനെ വിളിച്ചു. മായ അദ്ദേഹത്തെ പൂർണ്ണമായി പൊതിഞ്ഞതിനാൽ അദ്ദേഹം പിന്നെയും ശ്രീപാദനെ ഒരു സാധാരണ കുട്ടിയായി കരുതി. പിന്നെ ഞാൻ പറഞ്ഞു, ശ്രീമാൻ, എനിക്കൊരു സംശയമുണ്ട്. കർമ്മഫലങ്ങൾ ഒഴിവാക്കാനാവാത്തവയാണ് എന്ന് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു. അതിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളെ ഉല്ലംഘിക്കാതെ ശ്രീപാദൻ എങ്ങനെയാണ് കർമ്മത്തെ നശിപ്പിക്കുക? സദ്ഗുരുക്കന്മാർക്കും സത്പുരുഷന്മാർക്കും യോഗികൾക്കും കൊടുക്കുന്ന ദാനധർമ്മങ്ങളുടെ ഫലങ്ങൾ. തിരുമലദാസു പറഞ്ഞു, ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഓരോരുത്തരും അവരവരുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കണം എന്നാണ്. ജാഗ്രത അവസ്ഥയിൽ തന്നെ അനുഭവിച്ചു കൊള്ളണമെന്ന് പറഞ്ഞിട്ടില്ല. അവയെ സ്വപ്നാവസ്ഥയിലും അനുഭവിക്കാവുന്നതാണ്. ശാരീരിക ക്ലേശങ്ങളിലൂടെ 10 കൊല്ലം കൊണ്ട് അനുഭവിച്ചു തീർക്കേണ്ട ഒരു കർമ്മം ഏതാനും മണിക്കൂറുകൾ നീളുന്ന സ്വപ്നങ്ങളിലെ തീവ്രമായ മാനസിക വേദനകളിലൂടെയും മാനസിക പീഡകളിലൂടെയും അനുഭവിച്ചു തീർക്കാവുന്നതാണ്. അപ്രകാരം കർമ്മത്തിൻ്റെ സമ്മർദ്ദം മായ്ച്ചു കളയാവുന്നതാണ്. സദ്വൃത്തരായ ജനങ്ങൾക്കും യോഗികൾക്കും ചെയ്യുന്ന സേവയും സംഭാവനകളും ദേവതകൾക്ക് ചെയ്യുന്ന സേവനവും പാപങ്ങൾ കുറയ്ക്കുന്നു. ദേവതാ വിഗ്രഹങ്ങൾ വിശുദ്ധമാണ്. അവയെ സേവിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ അവയെ ഏറ്റെടുക്കുകയും പുണ്യം നമുക്ക് കൈമാറുകയും ചെയ്യുന്നു. പുണ്യശാലികൾക്ക് സംഭാവനകൾ നൽകുകയും അവരെ സേവിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കൈമാറ്റം നടക്കുന്നു. നാം സമർത്ഥ സദ്ഗുരുവിനെ ധ്യാനിക്കുമ്പോൾ ധ്യാനം എന്ന മാധ്യമത്തിൽ കൂടി ഈ വിധം കൈമാറ്റം നടക്കുന്നു. ഒരു സദ്ഗുരു തൻ്റെ ശിഷ്യനിൽ നിന്ന് സേവനങ്ങൾ സ്വീകരിക്കുകയും ആ സേവനങ്ങളുടെ മാധ്യമത്തിൽ കൂടി ശിഷ്യൻ്റെ പാപങ്ങൾ എടുക്കുകയും തൻ്റെ തപസ്സിൻ്റെ ഫലങ്ങൾ ശിഷ്യന് കൊടുക്കുകയും ചെയ്യുന്നു. പാപപ്രവൃത്തികളുടെ ഫലങ്ങൾ ആരെങ്കിലും അനുഭവിച്ചേ മതിയാകൂ. എന്നാലും ദേവതകളും ദൈവിക അവതാരങ്ങളും അതിശക്തമായ ഉജ്ജ്വല തേജസ്സുകളും ജ്വലിക്കുന്ന അഗ്നിയുടെ മൂർത്തിമത് ഭാവങ്ങളുമായതുകൊണ്ട് തങ്ങൾ സ്വീകരിക്കുന്ന പാപകർമ്മങ്ങളെ കത്തിച്ച് ചാമ്പലാക്കുവാൻ അവർക്ക് കഴിയും. നാം ആത്മാർത്ഥതയോടെ ഒരു ഇലയോ ഫലമോ പുഷ്പമോ അവർക്ക് ആദരപൂർവ്വം അർപ്പിക്കുമ്പോൾ നമ്മുടെ പാപകർമ്മങ്ങളും അവരുടെ പുണ്യവും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നു. കൈമാറ്റ പ്രക്രിയ നമ്മുടെ ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും ദുരവസ്ഥയുടെയും നേരായ അനുപാതം അനുസരിച്ചായിരിക്കും. ചിലപ്പോൾ ശ്രീപാദൻ തൻ്റെ ആശ്രിതരുടെ പാപകർമ്മങ്ങൾ പാറകളും കല്ലുകളും പോലുള്ള അചേതന വസ്തുക്കളിലേക്ക് മാറ്റുന്നു. ആ കല്ലുകളെയും പാറകളെയും തട്ടിയും മുട്ടിയും മറ്റു പല അസാധാരണ മാർഗങ്ങൾ ഉപയോഗിച്ചും ആ കർമ്മഫലങ്ങൾ അദ്ദേഹം നശിപ്പിക്കുന്നു. ഇത് ഉദാഹരിക്കുവാനായി ഞാൻ ഒരു ചെറിയ സംഭവം പറയാം. ശ്രദ്ധിച്ചു കേൾക്കൂ.
ശ്രീപാദൻ്റെ ജനനസമയം മുതൽ പാലിന് ക്ഷാമമുണ്ടായിരുന്നു. ശ്രീപാദന് വേണ്ടുവോളം പാൽ കൊടുക്കാൻ സുമതി മഹാറാണിക്ക് കഴിഞ്ഞിരുന്നില്ല. അവർക്കൊരു പശു ഉണ്ടായിരുന്നു. അവരുടെ ഗൃഹത്തിലെ കാലാഗ്നിശമനദത്തന് നിവേദിക്കുവാൻ കുറച്ച് പാൽ ആവശ്യമായിരുന്നു. അത്രയും പാൽ മാത്രം പശു തന്നിരുന്നു. എന്നാൽ അതിൻ്റെ കിടാവിന് മതിയാവുവോളം പാൽ കൊടുത്തിരുന്നു. ഇതൊരു വിചിത്രമായ സ്വഭാവമായിരുന്നു. ഇടയ്ക്കിടെ ശ്രീപാദൻ രഹസ്യമായി പൂജാമുറിയിൽ ചെന്ന് കാലാഗ്നിശമനന് നിവേദിക്കുവാനായി വെച്ച പാൽ എടുത്തു കുടിക്കാറുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ അപ്പല രാജശർമ്മ ഒരു ചെറിയ കഷ്ണം ശർക്കര നൈവേദ്യമായി നിവേദിക്കും. ആ ദിവസം അദ്ദേഹം ഉപവസിക്കുകയും ചെയ്യും. ഭർത്താവ് ഉപവസിക്കുമ്പോൾ സുമതി മഹാറാണിയും ഉപവാസം അനുഷ്ഠിക്കും. നൈവേദ്യ സമയം കഴിയും വരെ കാക്കുകയാണെങ്കിൽ ശ്രീപാദൻ തന്നെയാണ് ആ പാൽ കുടിക്കാറുള്ളത്. തങ്ങളുടെ കുടുംബത്തിൽ ജനിച്ച അസാധാരണനായ ആ ദിവ്യ ശിശുവിന് മതിയാവോളം പാൽ കൊടുക്കാൻ കഴിയാത്തതിൽ ആ മാതാപിതാക്കൾ വളരെയധികം ദുഃഖിതരായിരുന്നു. ധാരാളം പാലുള്ള ഒരു പശുവിനെ അവർക്ക് ദാനം ചെയ്യുവാൻ വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയും നരസിംഹവർമ്മയും പലതവണ ശ്രമിച്ചു. അവരുടെ ഉദ്യമങ്ങളെല്ലാം വ്യർത്ഥമായി. ഒരു സാഹചര്യത്തിലും അപ്പല രാജശർമ്മ ദാനം സ്വീകരിക്കുകയില്ല. അത് അദ്ദേഹത്തിൻ്റെ ശപഥമായിരുന്നു. ദാനം സ്വീകരിക്കുന്നത് പാപമുണ്ടാക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഒരു വേദപണ്ഡിതൻ എന്ന നിലയിൽ വേദസമ്മേളനങ്ങളിൽ നൽകപ്പെടുന്ന ദക്ഷിണകൾ അദ്ദേഹം സ്വീകരിക്കാറുണ്ട്. പൗരോഹിത്യത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ വരുമാനം തുച്ഛമായിരുന്നു. വെങ്കടപ്പയ്യ ശ്രേഷ്ഠി ഗാരുവിനും നരസിംഹവർമ്മ ഗാരുവിനും മാത്രമേ അദ്ദേഹം പൗരോഹിത്യം നടത്തിയിരുന്നുള്ളൂ. സാധാരണയായി മറ്റു പുരോഹിതന്മാർക്ക് കൊടുക്കുന്നതിൽ കൂടുതൽ കൊടുക്കുവാൻ അവർ തയ്യാറായപ്പോഴെല്ലാം അപ്പല രാജശർമ്മ അതിനോട് നീരസം കാട്ടി. തൻ്റെ ശ്വശുരനായ സത്യഋഷീശ്വരനിൽ നിന്നു പോലും അദ്ദേഹം ഒന്നും സ്വീകരിക്കാറില്ല. സുമതി മഹാറാണിയുടെ ജന്മദിനം കാർത്തിക പൂർണിമ ദിവസമായിരുന്നു. അന്ന് അദ്ദേഹം ബാപ്പന്നാരുലുവിൻ്റെ ഗൃഹത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കും. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ വൈശാഖ ശുദ്ധ തൃതീയ ദിവസവും ശ്രീപാദ ജയന്തിയായ ഗണേശ ചതുർത്ഥി ദിവസവും അദ്ദേഹം ശ്വശുരൻ്റെ ഗൃഹത്തിൽ ഭക്ഷണം കഴിക്കാറുണ്ട്. കുടുംബത്തിൻ്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് ഒരു ദിവസം സുമതി മഹാറാണി ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ സമ്പന്നരാണ്. അതിനു പുറമെ കൃത്യമായ ആത്മീയ അച്ചടക്കം പാലിക്കുന്ന യാഥാസ്ഥിതികരുമാണ്. എൻ്റെ മാതാപിതാക്കളുടെ സമ്പന്നമായ മല്ലാതി കുടുംബത്തിൽ നിന്ന് ഒരു പശുവിനെ സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുള്ളതായി ഞാൻ കാണുന്നില്ല. ശ്രീപാദന് വേണ്ട പാൽ കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. അങ്ങ് ഈ കാര്യം ഗൗരവമായി പരിഗണിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പല ശർമ്മ മറുപടി പറഞ്ഞു, സൗഭാഗ്യവതി, നീ പറഞ്ഞത് ശരിയാണ്. സത്യഋഷീശ്വരൻ ഒരു പാപക്കറയും പറ്റാത്തവനായതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഒരു പശുവിനെ ദാനമായി സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ഇതിന് ധർമ്മശാസ്ത്രത്തിൻ്റെ അനുമതി അത്യന്താപേക്ഷിതമാണ്. ശ്രീപാദൻ ദത്തൻ്റെ അവതാരമാണെന്ന് പല ശ്രേഷ്ഠ വ്യക്തികളും പറഞ്ഞു. അയാളുടെ ജനനത്തിനു മുമ്പ് മുതൽ തുടങ്ങി ഇന്നുവരെ പല വിസ്മയകരമായ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഇത് ദത്തൻ്റെ ഒരു പുതിയ അവതാരമാണെങ്കിൽ നമ്മുടെ ഗൃഹത്തിലുള്ള പശു ധാരാളം പാൽ തരണം, അല്ലെങ്കിൽ നിനക്ക് വേണ്ടുവോളം പാൽ ഉണ്ടാകണം. അതുമാത്രമല്ല, നമ്മുടെ മൂത്ത മകൻ ശ്രീധരരാജ ശർമ്മ അന്ധനാണ്. ഇളയ മകൻ രാമരാജ ശർമ്മ മുടന്തനാണ്. ശ്രീപാദന് അവരെ ശാരീരിക വൈകല്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിയും. നീ ഇത് നിന്റെ അച്ഛനുമായി സംസാരിക്കൂ, അല്ലെങ്കിൽ ശ്രീപാദനോട് തന്നെ ചോദിക്കൂ. എന്നാൽ ദൈവം എൻ്റെ പ്രതിജ്ഞ ഉല്ലംഘിക്കുവാനായി ഇങ്ങനെയൊരു സങ്കീർണ പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിയല്ല. സുമതി മഹാറാണി ഇക്കാര്യം തൻ്റെ പിതാവിനോട് പറഞ്ഞു. ബാപ്പന്നാരുലു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കുട്ടി, ഇത് ശ്രീപാദൻ്റെ ലീലയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മാത്രമല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലും ശ്രീപാദൻ നിപുണനാണ്. ശ്രീപാദൻ ദത്തനാണ് എന്ന് ഞാൻ യോഗദൃഷ്ടിയിലൂടെ കണ്ടു. നമ്മുടെ വസതിയിൽ കുറേ പശുക്കളുണ്ട്. ഒരു പശുവിനെ നിങ്ങൾക്ക് തരുവാൻ എനിക്ക് സമ്മതമാണ്. എന്ന് മാത്രമല്ല, വളരെ സന്തോഷവുമാണ്. ദത്തഭഗവാന് പശുവിൻ പാൽ വളരെ ഇഷ്ടമാണ്. നിന്റെ ഭർത്താവ് പറഞ്ഞതുപോലെ ധർമ്മശാസ്ത്രത്തിൻ്റെ അനുമതിയും ആവശ്യമാണ്. ഓ, എന്ത് വിരോധാഭാസം! ഈ ലോകത്തിൽ പല വിധത്തിൽ ശ്വശുരന്മാരുടെ സ്വത്ത് കൈവശപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന എണ്ണമറ്റ ജാമാതാക്കളുണ്ട്.
എന്നാൽ എൻ്റെ ജാമാതാവ് കത്തിജ്വലിക്കുന്ന അഗ്നിക്ക് തുല്യനായി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞയെ ലംഘിക്കുവാൻ ശ്രമിച്ചാൽ നാം വിഡ്ഢികളായി പോകും. സൃഷ്ടിയിലുള്ള പ്രാഥമ്യമുള്ള പഞ്ചഭൂതങ്ങളിൽ നിന്നെല്ലാം വ്യക്തമായ അനുവാദം കിട്ടുന്നതുവരെ നിന്റെ ഭർത്താവ് പശുവിനെ ദാനമായി സ്വീകരിക്കുകയില്ല. ശ്രീപാദൻ തൻ്റെ 2 സഹോദരന്മാരുടെ ശാരീരികമായ പ്രതികൂലതകൾ നീക്കുകയാണെങ്കിൽ കുടുംബവുമായുള്ള അയാളുടെ ബാധ്യതകൾ വിച്ഛേദിക്കപ്പെടും. പിന്നെ ദത്തൻ ഒരു കുട്ടിയുടെ രൂപത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കുകയില്ല. അയാൾ ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാനായി ഒരു ലോകഗുരുവായി വീടുപേക്ഷിച്ചു പോകും. അതുകൊണ്ട് അബദ്ധത്തിൽ പോലും ശ്രീപാദനോട് അയാളുടെ സഹോദരന്മാരുടെ ശരീരവൈകല്യങ്ങൾ മാറ്റുവാൻ ആവശ്യപ്പെടരുത്. എല്ലാം സമയത്തെ അനുസരിക്കുന്നു. ആ സമയം ശ്രീപാദൻ്റെ നിയന്ത്രണത്തിലാണ്. ശ്രീപാദൻ ഇച്ഛിക്കുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടം പോലെ പാലുണ്ടാകും. എന്നാൽ അതോടുകൂടി അയാളുമായുള്ള കടപ്പാടിൻ്റെ കൊളുത്ത് നിനക്ക് നഷ്ടമാകും. കടത്തിൽ നിന്ന് മോചനം കിട്ടിക്കഴിഞ്ഞാൽ ദത്തഭഗവാൻ നമ്മുടെ കുടുംബത്തിൻ്റെ പരിധിയിൽ ഒതുങ്ങി നിൽക്കുകയില്ല. കുടുംബത്തിൽ നിന്ന് മോചനം നേടി ഒരു ലോകഗുരുവിൻ്റെ കടമ ഏറ്റെടുക്കും. ശ്രീപാദൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പശു അതിൻ്റെ പ്രത്യേകമായ സ്വഭാവം മാറ്റി ധാരാളം പാൽ തന്നു തുടങ്ങും. അപ്പോൾ ഈ പ്രശ്നം ഉദിക്കുകയില്ല. അതുകൊണ്ട് കുറച്ചു കാലം ക്ഷമയോടുകൂടി കാത്തിരിക്കൂ. കെട്ടുപിണഞ്ഞ ഈ പ്രശ്നം ഉണ്ടാക്കിയ ദത്തൻ തന്നെ അത് പരിഹരിക്കുകയും ചെയ്യും. ശങ്കരഭട്ട് ചോദിച്ചു, ശ്രീമാൻ, എന്തുകൊണ്ടാണ് ശ്രീപാദൻ്റെ സഹോദരന്മാർ കായിക വൈകല്യങ്ങളോടെ ജനിച്ചത്? കുടുംബപരമായ എന്തെങ്കിലും കർമ്മദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തിരുമലദാസ് പറഞ്ഞു, എൻ്റെ കുട്ടി, ദത്താത്രേയൻ സായം സന്ധ്യയ്ക്കാണ് അവതരിച്ചത്. ശ്രീപാദൻ അവതരിച്ചത് പ്രാതസന്ധ്യയ്ക്കാണ്. അടുത്ത നൃസിംഹ സരസ്വതിയുടെ അവതാരം മധ്യാഹ്ന സന്ധ്യയ്ക്ക് അഭിജിത്ത് ലഗ്നത്തിലായിരിക്കും. ദത്തൻ്റെ ലീലകൾ മനസ്സിലാക്കാൻ പ്രയാസമാണ്. സന്ധ്യയ്ക്ക് ശേഷം ഇരുട്ട് വ്യാപിക്കുന്നു. ജീവികൾ നിദ്രയെ ഭജിക്കുന്നു. ആയതുകൊണ്ട് ദത്താവതാരം യോഗസാധനകളുടെ പരിണാമക്രമങ്ങളുടെ മുഴുവൻ ചുമതലയും ഏറ്റെടുക്കുകയും ജീവികളെ സുഖമായി ഉറങ്ങുവാൻ വിടുകയും ചെയ്യുന്നു. കൂരിരുട്ടാണ്. പരിണാമ പ്രക്രിയയിൽ ഏതു ഭാഗത്തേക്കാണ് പോകേണ്ടത് എന്നോ എന്താണ് ചെയ്യേണ്ടത് എന്നോ എങ്ങനെയാണ് നീങ്ങേണ്ടതെന്നോ ജീവികൾക്ക് അറിയുകയില്ല. ജീവികൾ അറിയാതെ അവയിൽ പരിണാമം ഉണ്ടാക്കുക എന്നതിനാണ് ദത്താവതാരത്തിൻ്റെ വൈശിഷ്ട്യം. ജീവികൾ അല്പപ്രയത്നത്തിലൂടെ അല്ലെങ്കിൽ പരിശ്രമമൊന്നും കൂടാതെ അന്തർബോധത്തിൻ്റെ അഗാധമായ ഇടങ്ങളിൽ നിന്ന് അവയ്ക്ക് അറിയാത്ത മാർഗങ്ങളിലൂടെ പരിണാമത്തിലേക്ക് സഞ്ചരിച്ചു. ഇത് ഭൂമിക്ക് മാത്രമായി പരിമിതമായിരുന്നില്ല. ശ്രീപാദൻ പ്രഭാതത്തിലാണ് വന്നത്. പ്രഭാതത്തിൽ സൂര്യൻ്റെ എല്ലാ ശക്തികളും ഒന്നിച്ച് പ്രത്യക്ഷപ്പെടുകയും അവ ജീവികളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അവയുടെ ആത്മാവ് സൂര്യൻ്റെ ഒരു പകർപ്പാണ്. ജീവികളുടെ വിവിധ ശക്തികൾ ഉണർന്ന് വിവിധ ഗതികളിൽ നൃത്തം ചെയ്യുന്ന അനന്ത വൈവിധ്യത്തിലുള്ള പരിണാമത്തെ ഇത് സൂചിപ്പിക്കുന്നു. മധ്യാഹ്ന സൂര്യൻ അതിശക്തിയുള്ള ഉഗ്ര സ്വരൂപമാണ്. സൂര്യാത്മാവിൻ്റെ എല്ലാ ശക്തികളെയും ധാരാളവും നിർബാധവുമായി വിതറുകയും എല്ലാ ജീവികളെയും ഉദ്ബുദ്ധമാക്കുകയും ചെയ്യുകയാണ് നൃസിംഹ സരസ്വതിയുടെ അവതാരോദ്ദേശം. ഈ കാര്യങ്ങൾ പ്രപഞ്ചം മുഴുവൻ പരന്ന അദ്ദേഹത്തിൻ്റെ ചൈതന്യത്തെ സംബന്ധിച്ചതാണ്. ദത്താവതാരത്തിനും ശ്രീപാദ ശ്രീവല്ലഭൻ്റെ അവതാരത്തിനും ഇടയിൽ ഒരു നീണ്ട കാളരാത്രി ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും അന്ധകാരത്തിൻ്റെ കാലമായിരുന്നു. അതിൻ്റെ പ്രതീകമായി മൂത്ത സഹോദരൻ ശ്രീധര രാജശർമ്മ ജനിച്ചു. ആ ഇരുണ്ട കാലത്തിന് ശേഷം സംശയങ്ങൾ, നാസ്തികവാദങ്ങൾ, കുതർക്കങ്ങൾ, വക്രഭാഷ്യങ്ങൾ എന്നിവ പ്രബലമായിരുന്ന ഒരു കാലം വന്നു. അതിൻ്റെ പ്രതീകമായി ഇളയ സഹോദരനായ ശ്രീ രാമരാജ ശർമ്മ ജനിച്ചു. സാമാന്യത്തിൽ കവിഞ്ഞ അന്ധകാരത്തിന് തുല്യമായ ആലസ്യത്തെ അകറ്റി നിർത്തുകയും തെറ്റിദ്ധരിപ്പിക്കുന്ന തർക്കങ്ങളും സന്ദേഹങ്ങളും വഴിപിഴച്ച വ്യാഖ്യാനങ്ങളും ഉൾക്കൊള്ളുന്ന മാനസിക അസ്ഥിരതയെ മറികടക്കുകയും ചെയ്യുന്ന ഏത് ജീവിക്കും തീർച്ചയായും ശ്രീപാദൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു. ഇതിൻ്റെ രഹസ്യമിതാണ്. ഇവ പ്രപഞ്ചത്തിൽ ജീവികളുടെ പരിണാമത്തെ സംബന്ധിച്ച വിഷയമാണ്. കുടുംബപരമായി ചില കർമ്മദോഷങ്ങൾ സംഭവിച്ചിരുന്നു. അപ്പലരാജ ശർമ്മ വെലനാടി മണ്ഡലത്തിലെ വൈദിക ബ്രാഹ്മണനായിരുന്നുവെങ്കിലും അവരുടെ കുടുംബത്തിന് ഗ്രാമാധിപത്യം, അതായത് ഗ്രാമമുഖ്യസ്ഥാനമുണ്ടായിരുന്നു. ശ്രീപാദൻ്റെ പിതാമഹൻ്റെ പേര് ശ്രീധര രാജശർമ്മ എന്നായിരുന്നു. ഗ്രാമത്തിൻ്റെ ഭരണാധികാരമുള്ള ബ്രാഹ്മണർ അവരുടെ പേരിൻ്റെ കൂടെ രാജ എന്ന സ്ഥാനനാമം ചേർക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ശർമ്മ എന്നത് ആ വ്യക്തി ബ്രാഹ്മണനാണെന്ന് സൂചിപ്പിക്കുന്നു. ശ്രീധര രാജശർമ്മ ഐനിവില്ലി ഗ്രാമത്തിലെ വില്ലേജ് ഓഫീസറാണ്.
കുടുംബത്തിലെ മൂത്ത മകന് ഗ്രാമമുഖ്യൻ്റെ സ്ഥാനം കിട്ടും. നല്ല ധാന്യവിള ഉണ്ടായാലും ഇല്ലെങ്കിലും ജമീന്ദാർക്ക് നികുതി കൊടുത്തുകൊള്ളണം. നിർബന്ധമായി നികുതി പിരിക്കേണ്ടത് വില്ലേജ് ഓഫീസറുടെ ചുമതലയാണ്. അതുകൊണ്ട് ശ്രീധര രാമരാജ ശർമ്മയ്ക്ക് ജമീന്ദാരുടെ ആജ്ഞയനുസരിച്ച് തൻ്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിക്കാതെ ഹിംസാത്മകമായ മാർഗങ്ങളിലൂടെ നികുതി പിരിക്കേണ്ടതായി വന്നു. അത് അദ്ദേഹത്തിൻ്റെ കടമയും ധർമ്മവുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത് പാപമായിരുന്നു. ഗ്രാമമുഖ്യൻ്റെ സ്ഥാനം പിന്തുടർച്ചാവകാശമായി ശ്രീ അപ്പലരാജ ശർമ്മയിലേക്ക് വന്നു ചേർന്നു. മുത്തച്ഛൻ്റെ പാപപ്രവൃത്തികളുടെ ഫലമായി ശ്രീപാദൻ്റെ ഏറ്റവും മൂത്ത സഹോദരൻ ശ്രീധര രാജ ശർമ്മയും അതിന് താഴെയുള്ള രാമരാജ ശർമ്മയും ജന്മനാ ശരീര ന്യൂനതകളോടു കൂടിയാണ് ജനിച്ചത്. ദത്തഭഗവാന്റെ അവതാരമായിരുന്നിട്ട് പോലും ശ്രീപാദ ശ്രീവല്ലഭനും തൻ്റെ മുത്തച്ഛൻ ചെയ്ത പാപപ്രവൃത്തികളുടെ ഫലങ്ങൾ ചെറിയ തോതിൽ അനുഭവിക്കേണ്ടി ഇരുന്നു. അതുകൊണ്ടാണ് പാലിന് ക്ഷാമമുണ്ടായത്. പ്രപഞ്ചത്തിൻ്റെ പ്രഭു താൻ ക്രമപ്പെടുത്തിയ നിയമവ്യവസ്ഥകൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കുന്നു. ഒരു അവതാരമായി വന്നിട്ടും ശ്രീപാദൻ താനും കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ട് മാതൃക കാണിച്ചു. ശ്രീ വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയും ശ്രീ വത്സവായി നരസിംഹവർമ്മയും ശ്രീപാദനെ തങ്ങളുടെ പൗത്രനായിട്ടാണ് കരുതിയത്. അതുകൊണ്ട് അവർ ശ്രീപാദനെ ബുദ്ധിമുട്ടിക്കുന്ന പാലിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിനെക്കുറിച്ച് വളരെ സമയം ആലോചിച്ചു. നരസിംഹവർമ്മയുടെ സൂക്ഷിപ്പിലുള്ള നല്ലപോലെ അറിയപ്പെടുന്ന ഗായത്രി എന്ന് വിളിക്കുന്ന പശു പെറ്റ ഏതാനും പശുക്കൾ ഉണ്ടായിരുന്നു. അവയിൽ എല്ലാ മംഗളകരമായ ഗുണങ്ങളുമുള്ള ഒന്നിനെ ശ്രീ ശ്രേഷ്ഠി മേടിച്ചു. വിറ്റുകിട്ടിയ പണം ശ്രീവർമ്മ പ്രത്യേകമായി സൂക്ഷിച്ചു. അതിനിടെ ശ്രീ അപ്പലരാജ ശർമ്മ പൗരോഹിത്യ കർമ്മങ്ങൾക്കായി ശ്രീവർമ്മയുടെ വസതിയിൽ വന്നു. പശുവിനെ വിറ്റുകിട്ടിയ പണം ശ്രീവർമ്മ ആ അവസരത്തിൽ അപ്പലരാജ ശർമ്മയ്ക്ക് കൊടുത്തു. ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് സാധാരണയായി പുരോഹിതന്മാർക്ക് കൊടുക്കുന്ന ദക്ഷിണയുമായി പൊരുത്തമില്ലാത്ത അത്ര വലുതായിരുന്നു ആ സംഖ്യ. അപ്പലരാജ ശർമ്മ അതിൽ നിന്ന് തനിക്ക് അർഹതയുള്ളത് എടുത്ത് ബാക്കിയുള്ളത് നിരസിച്ചു. ആ ബാക്കി സ്വീകരിക്കുവാൻ ശ്രീവർമ്മയും വിസമ്മതിച്ചു. ഒരു ശ്രേഷ്ഠ ക്ഷത്രിയനായ തനിക്ക് ഒരിക്കൽ ദാനം ചെയ്ത പണം തിരികെ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ തർക്കം മാധ്യസ്ഥത്തിന് ബാപ്പനാര്യയുടെ മുമ്പിൽ എത്തി. ബ്രാഹ്മണ പരിഷത്ത് കൂടി. യോഗത്തിൽ അപ്പലരാജശർമ്മ നിരസിച്ച സംഖ്യ ആഗ്രഹമുള്ള ആർക്കും എടുക്കാമെന്ന് ബാപ്പനാര്യ അറിയിച്ചു. ആ സംഖ്യ അവകാശപ്പെടുവാൻ പല ബ്രാഹ്മണരും മത്സരിച്ചു. അത് അസാധാരണമായ ഒരു പിടിവാശിയായി. അപ്പോൾ പാപയ്യ ശാസ്ത്രി എന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ശ്രീപാദൻ ദൈവത്തിൻ്റെ ഒരു അവതാരമല്ല. അയാൾ ദൈവമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ അസാധാരണ അവസ്ഥ ഉണ്ടാകുന്നത്? അയാൾ ദത്തനാണെങ്കിൽ എന്തുകൊണ്ടാണ് തൻ്റെ സഹോദരന്മാരെ അംഗവൈകല്യത്തിൽ നിന്ന് മോചിപ്പിക്കാതിരിക്കുന്നത്? ആകസ്മികമായ ചില കാര്യങ്ങൾ സംഭവിച്ചു. അവയെ ഉള്ളതിലധികം പെരുപ്പിച്ച് കാണിക്കുന്നത് തെറ്റാണ്. എനിക്കും എൻ്റെ ഗുരുവിൽ നിന്ന് ശ്വേതാർക്ക രക്ഷ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ദത്തഭക്തനാണ്. ഞാൻ എല്ലാ ദിവസവും നല്ല ഒരു സംഖ്യ ജപിക്കുന്നുണ്ട്. ഏതു ദാനം സ്വീകരിച്ചാലും എനിക്ക് കളങ്കമൊന്നും സംഭവിക്കുകയില്ല. എനിക്ക് അർഹത ഉള്ളതുകൊണ്ട് ആ പണം എനിക്ക് തരിക. ബ്രാഹ്മണ പരിഷത്ത് ആ പണം പാപയ്യ ശാസ്ത്രിക്ക് കൊടുപ്പിച്ചു. ആ പണം കൊണ്ട് നല്ല ഒരു പശുവിനെ വാങ്ങാം. വിജയിച്ചതിലുള്ള അഭിമാനത്തോടെ പാപയ്യ ശാസ്ത്രി തൻ്റെ വസതിയിലേക്ക് പോയി. അപ്പോൾ അയാളുടെ അമ്മാവൻ അവിടെ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഔപചാരികമായ ഒരു ചർച്ച നടന്നു. പാപയ്യ തൻ്റെ അമ്മാവനെ ഭക്ഷണം കഴിക്കുവാൻ ക്ഷണിച്ചു. താൻ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നും തനിക്ക് അപ്പോൾ മരുമകൻ്റെ ഗൃഹത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഉടനെ പോയി. അമ്മാവൻ പോയതിനു ശേഷം പാപയ്യ പൂർണ്ണമായി ചിന്തയിൽ മുഴുകിയിരുന്നു. അയാളുടെ ഭാര്യ ചോദിച്ചു, ശ്രീമാൻ, ഇപ്പോൾ വന്ന ഈ അമ്മാവൻ ഒരു വർഷം മുമ്പ് മരിച്ച അങ്ങയുടെ സ്വന്തം അമ്മാവനെ പോലെ തന്നെ ഇരിക്കുന്നു അല്ലേ? പാപയ്യ അമ്പരന്നു. അയാൾക്കൊരു അമ്മാവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഒരു വർഷം മുമ്പ് മരിച്ചു. അപ്പോൾ ഈ പുതിയ അമ്മാവൻ ആരാണ്? എന്തു മായയിലാണ് തൻ്റെ ബുദ്ധി കുടുങ്ങിയത്? തനിക്ക് അകന്ന ചാർച്ചയിൽ അമ്മാവന്മാരുണ്ട്. അവരാരും കൃത്യമായി എല്ലാ പ്രകാരത്തിലും ഈ അമ്മാവനെ പോലെ ആയിരുന്നില്ല. മരിച്ച അമ്മാവൻ്റെ ആത്മാവിനെയാണോ താൻ കണ്ടത്? അയാളുടെ ഹൃദയം ശക്തിയായി മിടിക്കുവാൻ തുടങ്ങി. അയാൾക്ക് ദുർദേവതകളും പിശാചുക്കളുമായി മന്ത്രങ്ങളിലും തന്ത്രങ്ങളിലും കൂടി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. താൻ പൂജിച്ചു വരുന്ന ശ്രീദത്തൻ്റെ കൃപ തനിക്ക് നഷ്ടപ്പെട്ടുവോ? വരാൻ പോകുന്നത് ചീത്തക്കാലമാണോ? പോകാൻ ഇറങ്ങുമ്പോൾ അമ്മാവൻ, നീ അടുത്തു തന്നെ എന്നെ കാണുമെന്ന് വിശ്വസിക്കുന്നു എന്നു പറഞ്ഞത് അയാളുടെ മനസ്സിനെ പലതരത്തിൽ പീഡിപ്പിക്കുവാൻ തുടങ്ങി. താൻ അടുത്തു തന്നെ മരിച്ച് അടുത്ത ലോകത്തിൽ തൻ്റെ അമ്മാവനെ കാണുവാൻ
പോവുകയാണോ? ഹൃദയം കനത്തു. അയാൾ ഓം ദ്രാം ദത്താത്രേയായ നമ എന്ന മന്ത്രം ജപിച്ചു. ഏകാഗ്രമായ മനസ്സോടെ ധ്യാനിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ സ്വയംഭൂ ദത്തനെ ദർശിക്കുവാനായി കുക്കുടേശ്വര ക്ഷേത്രത്തിലേക്ക് പോയി ദത്തനെ ധ്യാനിക്കുവാൻ തുടങ്ങി. ധ്യാനത്തിൽ കണ്ട ദത്തന് തല ഉണ്ടായിരുന്നില്ല. ജപിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരുന്നു. പൂജാരി കൊടുത്ത പ്രസാദം വിഷത്തിൽ മുക്കിയിരുന്നതായി തോന്നി. പൂജാരി ചിരിച്ചുകൊണ്ട് എന്തോ പറഞ്ഞുകൊണ്ടിരുന്നു. പ്രസാദം കഴിച്ചതിനു ശേഷം താമസം കൂടാതെ താൻ മരിക്കണമെന്ന സന്ദേശമാണ് പാപയ്യ ശാസ്ത്രി അതിൽ കേട്ടത്. വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഭാര്യയുടെ നെറ്റിയിൽ കുങ്കുമപ്പൊട്ട് കണ്ടില്ല. താൻ ജീവിച്ചിരിക്കുമ്പോൾ എന്തിനാണ് കുങ്കുമപ്പൊട്ട് നീക്കം ചെയ്തത് എന്ന് അയാൾ ഭാര്യയുടെ നേരെ ഗർജിച്ചു. 1 രൂപ നാണയത്തിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു കുങ്കുമപ്പൊട്ട് തൻ്റെ നെറ്റിയിലുള്ളപ്പോൾ ഭർത്താവ് എന്തിനാണ് തന്നെ കുറ്റപ്പെടുത്തുന്നത് എന്ന് അവർ ആശ്ചര്യപ്പെട്ടു. പാപയ്യയുടെ മനസ്സിൻ്റെ സമനില നഷ്ടപ്പെട്ടു എന്ന വാർത്ത വേഗത്തിൽ പ്രചരിച്ചു. പീഠികാപുരം നിറയെ കേട്ടുകേൾവികളും വിമർശനങ്ങളും കപട വാർത്തകളുമായിരുന്നു. പാപയ്യയ്ക്ക് മാനസിക ചികിത്സയും മന്ത്രവാദ ചികിത്സയും ചെയ്തു. തനിക്ക് ഭ്രാന്തില്ലെന്നും താൻ പറയുന്നതെല്ലാം സത്യമാണെന്നും അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഭ്രാന്തുള്ളവരും ചിലപ്പോൾ യുക്തിയുക്തമായി സംസാരിക്കുമെന്ന് ജനങ്ങൾ തമ്മിൽ പറഞ്ഞു. പാപയ്യയുടെ ഭാര്യയ്ക്ക് നല്ല ഒരു ആശയം തോന്നി. തൻ്റെ ഭർത്താവ് അജ്ഞത കൊണ്ട് ശ്രീപാദനെ അധിക്ഷേപിക്കുക എന്ന തെറ്റായ പ്രവൃത്തി ചെയ്തതിൻ്റെ ഫലമാണ് ഇതെന്ന് അവർ വിചാരിച്ചു. സംസാരിക്കാൻ കഴിയാത്ത ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ തല കുനിക്കുന്നതിനേക്കാൾ ദിവ്യമായ തേജസ് കൊണ്ട് ശോഭിക്കുന്ന ജീവനുള്ള ശ്രീപാദനെ ശരണം പ്രാപിക്കുന്നതാണ് നല്ലത് എന്ന് അവർക്ക് തോന്നി. അവർ ശ്രീപാദൻ്റെ ഗൃഹത്തിലേക്ക് പോയി. ശ്രീപാദൻ എന്ന കുട്ടിയെ കയ്യിലെടുത്ത് ചുംബിച്ചു. അവർ രണ്ടുപേരും മാത്രം ഉള്ളപ്പോൾ അവർ തൻ്റെ ദുഃഖകരമായ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ശ്രീപാദൻ പറഞ്ഞു, അമ്മായി, ഇതെല്ലാം ഒരു ചെറിയ ക്രമീകരണം കൊണ്ട് അടങ്ങും. നിങ്ങൾ എനിക്ക് അമ്മയെപ്പോലെയാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ രഹസ്യം പറയാം. ഒട്ടും വൈകാതെ ഒരു പുതിയ വീട് പണിയിക്കൂ. വാസ്തുപൂജയ്ക്ക് ശേഷം നിങ്ങളും അമ്മാവനും പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാം ശരിയാകും. അവർ ഈ വിവരം ആരോടും പറഞ്ഞില്ല. വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് വിഷമങ്ങൾ ഉണ്ടായതെന്നും ഉടനെ സ്വന്തമായ ഒരു വീട് ഉണ്ടാക്കണമെന്നും അവർ ബന്ധുക്കളെ വിശ്വസിപ്പിച്ചു. ആരോ ഒരാൾ ആർക്കും വേണ്ടാത്ത ഒരു കുഴി ഭൂദാനമായി പാപയ്യയ്ക്ക് കൊടുത്തു. അത് വളരെ പ്രയത്നവും ചെലവും ചെയ്ത് നികത്തപ്പെട്ടു. പുതിയ വീട് നിർമ്മിക്കുവാൻ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ പണവും സ്വർണവും മറ്റ് വിലപിടിച്ചതെല്ലാം ചെലവാക്കേണ്ടതായി വന്നു. കുറച്ച് സംഖ്യ കടം വാങ്ങുകയും ചെയ്തു. മലയിൽ നിന്ന് പാറകൾ കൊണ്ടുവന്ന് കഷ്ണങ്ങളായി പൊട്ടിച്ചാണ് വീട് പണിക്ക് ഉപയോഗിച്ചത്. പുതിയ വീട്ടിലേക്ക് പ്രവേശിച്ചതോടെ പാപയ്യ ആരോഗ്യവാനായി. പ്രിയപ്പെട്ട ശങ്കരഭട്ട്, പാപയ്യയ്ക്ക് അത് ആസന്ന മരണകാലമായിരുന്നു. ശ്രീപാദൻ അയാളെ അകാല മരണമാകുന്ന ആപത്തിൽ നിന്ന് രക്ഷിച്ചു. തീവ്രമായ മനോവേദനയ്ക്കും മാനഹാനിക്കും ധനനാശത്തിനും മറ്റു വിഷമങ്ങൾക്കും വിധേയമാക്കിക്കൊണ്ട് അയാളുടെ കുന്നുകൂട്ടിയിരുന്ന കർമ്മങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടു. അതുമാത്രമല്ല, പാപയ്യയുടെ ദുഷ്കർമ്മങ്ങൾ മലയിൽ നിന്നുള്ള പാറകളിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു. പാറകൾ ചെറിയ കഷ്ണങ്ങളായി പൊട്ടിച്ചുകൊണ്ട് പാപയ്യയുടെ കർമ്മങ്ങൾ ഇല്ലാതാക്കി. സിദ്ധന്മാരും അവധൂതന്മാരും ഉപയോഗിക്കുന്ന മാർഗങ്ങൾ അസാധാരണമായിരിക്കും. ആരോഗ്യം വീണ്ടെടുത്ത പാപയ്യയോട് ശ്രീപാദൻ പറഞ്ഞു, നിങ്ങൾ എന്തൊരു വിഡ്ഢിയാണ്. നിങ്ങൾക്ക് തലയില്ല. നിങ്ങൾ ആത്മാർത്ഥമായി ആരാധിക്കുന്ന ശ്രീദത്തൻ മനുഷ്യരൂപത്തിൽ ശ്രീപാദനായി മുമ്പിലുള്ളപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത നിങ്ങൾ നിർഭാഗ്യവാനാണ്. കുക്കുടേശ്വര ക്ഷേത്രത്തിലെ ശിലാവിഗ്രഹമാണ് നിങ്ങളുടെ രക്ഷകൻ എന്ന് നിങ്ങൾ വിശ്വസിച്ചു. നിങ്ങളുടെ പാപക്കൂമ്പാരങ്ങൾ മലയിൽ നിന്നുള്ള പാറകളിലേക്ക് ആകർഷിച്ചതും അവയെ കഷ്ണങ്ങളായി നുറുക്കിയതും അങ്ങനെ കർമ്മത്തെ ഇല്ലാതാക്കിയതും ദത്തനായ ഞാനാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ വീടും തന്നു. മനുഷ്യരൂപത്തിലുള്ള ശ്രീദത്തനിൽ നിങ്ങൾ വിശ്വാസം നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ എല്ലാ ദുഷ്പ്രവണതകളും ഞാൻ എൻ്റെ ദേഹത്തിലേക്ക് ആകർഷിക്കുകയും കർമ്മങ്ങളെ നശിപ്പിച്ച് നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. ദൈവകൃപയുടെ ഫലങ്ങൾ ഭക്തൻ്റെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കും. ശ്രീപാദ ശ്രീവല്ലഭൻ്റെ ഈ ലീലയെ തുടർന്ന് പാപയ്യ അദ്ദേഹത്തെ ദത്തൻ്റെ അവതാരമായി അംഗീകരിച്ചു. ശ്രീപാദനുള്ള പാലിൻ്റെ പ്രശ്നം ശ്രീ ശ്രേഷ്ഠിയെയും ശ്രീ വർമ്മയെയും വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. അവർ ശ്രീ സത്യ ഋഷീശ്വരനെ സമീപിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, ഹേ രാജർഷി, ജനക മഹാരാജാവിനെ പോലെ അങ്ങ് ലൗകിക ജീവിതം നയിക്കുമ്പോഴും ബ്രഹ്മജ്ഞാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് ഒരു ചെറിയ കാര്യമാണ്, അങ്ങ് അത് അംഗീകരിക്കണം. ബാപ്പനാര് മറുപടി കൊടുത്തു, നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയാതെ എങ്ങനെയാണ് അംഗീകരിക്കുക? സങ്കോചമൊന്നും കൂടാതെ കാര്യം എന്താണെന്ന് പറയൂ. ധർമ്മതത്വങ്ങൾക്ക് ചേരുന്നതാണെങ്കിൽ ഞാനത് അംഗീകരിക്കും. അപ്പോൾ ശ്രീ ശ്രേഷ്ഠി പറഞ്ഞു, ശ്രീ വർമ്മയിൽ നിന്ന് ഞാൻ ഗായത്രിയുടെ സന്തതി പരമ്പരയിൽപ്പെട്ട നല്ല ലക്ഷണങ്ങളുള്ള ഒരു പശുവിനെ മേടിച്ചു.
അതിന് ഞങ്ങളുടെ കുടുംബ പുരോഹിതനായ അപ്പലരാജ ശർമ്മയ്ക്ക് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ പശുവിൻ്റെ പാൽ ശ്രീപാദൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കും. അതിലധികം മൂല്യമുള്ളതായി ഒന്നും ആഗ്രഹിക്കാനില്ല. ആ വാക്കുകൾ കേട്ട് ശ്രീ ബാപ്പനാരി പറഞ്ഞു, ശരി ശരി, ആ ഗോമാതാവിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് അയക്കൂ. ഞാൻ അതിനെ അപ്പലരാജ ശർമ്മയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കാം. അപ്പലരാജയുടെ വീട്ടിൽ ആ പശു ഉണ്ടായിരിക്കുന്നത് ദാതാവിനും സ്വീകർത്താവിനും ഗുണപ്രദമായിരിക്കും. ഗോമാതാവിനെ ബാപ്പനാരിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ ദാനം സ്വീകരിക്കുവാൻ അപ്പലരാജ ശർമ്മ വിസമ്മതിച്ചു. ഹിമാലയത്തിൽ ശതോപഥ എന്നൊരു പ്രദേശമുണ്ട്. അവിടെ നിന്നാണ് ധർമ്മരാജനും മറ്റും സ്വർഗാരോഹണം ചെയ്തത്. അവിടെ സച്ചിദാനന്ദ അവധൂത എന്ന ഒരു മഹത് വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രായം ഏതാനും നൂറ്റാണ്ടുകളായിരുന്നു. അദ്ദേഹം ശ്രീ വിശ്വേശ്വര പ്രഭുവിൻ്റെ ശിഷ്യനായിരുന്നു. കൈവല്യ ശൃംഗത്തിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ശ്രീ വിശ്വേശ്വര പ്രഭു സച്ചിദാനന്ദ അവധൂതനോട് താൻ ശ്രീപാദ ശ്രീവല്ലഭനായി പീഠികാപുരത്ത് അവതരിച്ചിട്ടുണ്ടെന്നും ശ്രീ സച്ചിദാനന്ദൻ അദ്ദേഹത്തിൻ്റെ ശൈശവരൂപത്തെ കണ്ട് തൃപ്തി അടയണമെന്നും ആജ്ഞാപിച്ചു. അവധൂതൻ പീഠികാപുരം സന്ദർശിച്ചു. ശ്രീ ബാപ്പനാരിലു അദ്ദേഹത്തെ ഹൃദ്യമായി സ്വീകരിച്ചു. അവധൂതൻ ഭഗവാൻ ദത്തനെ ശ്രീപാദ ശ്രീവല്ലഭൻ്റെ രൂപത്തിൽ കണ്ട് തൃപ്തി അടഞ്ഞു. പാലിൻ്റെ ക്ഷാമം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരപ്പെട്ടു. അപ്പലരാജ ശർമ്മ പശുവിനെ ദാനമായി സ്വീകരിക്കണമെന്നും ശ്രീപാദൻ യഥാർത്ഥത്തിൽ ദത്തഭഗവാൻ തന്നെയാണെന്നും വ്യർത്ഥമായ നിബന്ധനകൾ ഉന്നയിച്ച് ഭഗവാൻ ദത്തന് പാൽ കൊടുക്കുക എന്ന മഹത്തായ സേവനം നഷ്ടപ്പെടുത്തരുത് എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ശ്രീപാദൻ ദത്തനാണ് എന്ന് ദൃഢീകരിക്കുന്നതിന് ബ്രാഹ്മണ പരിഷത്ത് തെളിവ് ആവശ്യപ്പെട്ടു. മൗലികമായ പഞ്ചഭൂതങ്ങളുടെ സാക്ഷ്യം നൽകാമെന്ന് അവധൂതൻ പറഞ്ഞു. ശ്രീപാദൻ ദത്താത്രേയൻ തന്നെയാണ് എന്ന് പഞ്ചഭൂതങ്ങൾ സാക്ഷ്യം നൽകുന്നു. യജ്ഞം ആരംഭിച്ചു. ഭൂമാതാവ് തെളിവ് നൽകി. ശ്രീപാദൻ ശ്രീദത്തനായതുകൊണ്ട് ശ്രീ അപ്പലരാജ ശർമ്മ പശുവിനെ ദാനമായി സ്വീകരിക്കുന്നത് തെറ്റല്ല. ശ്വശുരൻ ജാമാതാവിന് നൽകുന്നത് ദാനമായി കണക്കാക്കാൻ കഴിയുകയില്ല. ആയതുകൊണ്ട് ശ്രീ സത്യഋഷീശ്വരൻ ശ്രേഷ്ഠിയിൽ നിന്ന് അതൊരു ദാനമായി സ്വീകരിക്കുകയും തൻ്റെ ജാമാതാവിനൊരു സമ്മാനമായി കൊടുക്കുകയും ചെയ്യാം. ഇതായിരുന്നു ഭൂമാതാവിൻ്റെ നിർദ്ദേശം. യജ്ഞം തുടങ്ങിയതു മുതൽ യജ്ഞസ്ഥലത്തൊഴികെ മറ്റെല്ലായിടത്തും മഴ പെയ്തുകൊണ്ടിരുന്നു. പശുദാനം തെറ്റല്ല എന്നതിന് ഇത് രണ്ടാമത്തെ തെളിവായി സ്വീകരിക്കപ്പെട്ടു. അഗ്നിദേവൻ സ്വയം ഹോമദ്രവ്യങ്ങൾ ഏറ്റുവാങ്ങുകയും പശുദാനം തെറ്റല്ലെന്ന് വിശദീകരിക്കുകയും ചെയ്തു. ഇത് മൂന്നാമത്തെ തെളിവായി അംഗീകരിക്കപ്പെട്ടു. ശക്തമായ കാറ്റ് യജ്ഞസ്ഥലമൊഴികെ എല്ലായിടത്തും വീശിയടിച്ചു. ഇത് നാലാമത്തെ തെളിവായിരുന്നു. ആകാശത്തിൽ നിന്ന് ദിവ്യമായ ഒരു ശബ്ദം ശ്രീപാദൻ വാസ്തവത്തിൽ ദത്തൻ തന്നെയാണെന്ന് പ്രഖ്യാപിച്ചു. മൗലികമായ പഞ്ചഭൂതങ്ങളിൽ നിന്നുള്ള തെളിവ് സ്വീകരിച്ചതിനു ശേഷം അപ്പലരാജ ശർമ്മ പശുദാനം സ്വീകരിച്ചു. പശുവിനെ ദാനം ചെയ്തതിൻ്റെ ഫലം ശ്രീ ശ്രേഷ്ഠിക്ക് ലഭിച്ചു. അതുകൊണ്ട് പശുവിൻ്റെ വില ശ്രീ നരസിംഹവർമ്മ ശ്രീ അപ്പലരാജയ്ക്ക് കൊടുക്കണമെന്ന് നിശ്ചയിക്കപ്പെട്ടു. ഇപ്രകാരം ശ്രീ അവധൂതൻ്റെ സാന്നിധ്യത്തിൽ ഒരു അപൂർവമായ നന്മ ശ്രീ ശ്രേഷ്ഠിക്കും ശ്രീ വത്സവായി വർമ്മയ്ക്കും കൈവന്നു. ഭാവിയിൽ കോകനദ എന്ന് വിളിക്കപ്പെടുവാൻ പോകുന്ന വായസപുരം അഗ്രഹാരവും ശ്യാമളാംബപുരവും ശ്രീ പീഠികാപുരവും ചേർന്ന് ഒരു വലിയ നഗരമായി തീരും. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരും എല്ലാ വർഗങ്ങളിലും എല്ലാ ആചാരങ്ങളിലും പെട്ടവരും ഏതു ജന്മത്തിലും ഏതു ദിവസവും പീഠികാപുരത്ത് വന്ന് സ്വാമിയെ ദർശിക്കും. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതം എന്ന പേരിൽ സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ശ്രീപാദൻ്റെ ജീവചരിത്രത്തിന് ശ്രീപാദ ശ്രീവല്ലഭൻ്റെ അനുഗ്രഹം ലഭിക്കും. ഭൂർജപത്രത്തിൻ്റെ ആ വാല്യം ശ്രീപാദൻ്റെ ഇച്ഛയനുസരിച്ച് ശ്രീപാദൻ്റെ ജന്മസ്ഥലത്തിന് താഴെ വളരെ ആഴത്തിൽ അദൃശ്യമായി സൂക്ഷിക്കപ്പെടും. ജന്മസ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പാദുകങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടുകയും ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെടുകയും ചെയ്യും. ശ്രീപാദന് ഒരു പശുവിനെ സമ്മാനിക്കാൻ കഴിഞ്ഞ ഉന്നതനും സമ്പന്നനുമായ ശ്രീ വെങ്കടപ്പയ്യ ശ്രേഷ്ഠി ധർമ്മനിഷ്ഠയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം വിശിഷ്ടമായി തീർന്നു. അവരുടെ കുടുംബത്തിൽ പണത്തിനും സമൃദ്ധിക്കും കുറവുണ്ടാവുകയില്ല. അദ്ദേഹം കുറച്ചു കാലം ഹിരണ്യലോകത്ത് ജീവിക്കും. അതിനുശേഷം മഹാരാഷ്ട്രത്തിൽ സമ്പന്നമായ ഒരു വൈശ്യ കുടുംബത്തിൽ ജനിക്കും. ശ്രീ നരസിംഹ സരസ്വതിയുടെ അവതാരത്തിന് സാക്ഷിയായിരിക്കുകയും ചെയ്യും. എൻ്റെ കുട്ടി ശങ്കരഭട്ട് പശുവിനെ ദാനം ചെയ്ത ഈ സംഭവം മംഗളകരമാണ്. ഇനി അങ്ങേക്ക് കുരുവപുരത്തേക്ക് പുറപ്പെടാം. ശ്രീപാദ ശ്രീവല്ലഭൻ അങ്ങയെ എപ്പോഴും സംരക്ഷിക്കട്ടെ.
ശ്രീപാദരാജം ശരണം പ്രപദ്യേ.